സിൽക്കി സ്കുച്ചൂർ ആലുവ. ഇന്ന് കോട്ടണിലുള്ള 3 പീസസ് സെറ്റാണ് കാണിക്കുന്നത്. എല്ലാം വളരെ രസമുള്ള മനോഹരങ്ങളായിട്ടുള്ള കളേഴ്സും ഡിസൈൻസും ആയിട്ടുള്ളതാണ് ഇന്നത്തെ സെക്ഷനിൽ കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നല്ലൊരു ബേജ് കളറിലുള്ളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടോപ്പ് ഷോൾ ആൻഡ് ബോട്ടമാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് വരുമ്പോൾ ഇതാ ഇങ്ങനെയാണ്, നല്ല ക്രോഷേ ലേസായിട്ട് ഇങ്ങനൊരു പാറ്റേണിൽ വന്നിട്ട് ഇവിടെ നമ്മൾക്ക് ലേസി ഡേസി പാറ്റേൺ വരുന്നു. ഇതിനിടയ്ക്ക് സീക്വൻസ് വർക്കും ഒരു സെൻട്രലായിട്ട്, ആ സീക്വൻസ് വർക്കിൻ്റെ സെൻട്രലായിട്ടൊരു ഫ്രഞ്ച് നോട്ടായിട്ട് മൾട്ടി കളേർഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ വന്നു. എല്ലാം ലൈറ്റ് കളേർഡായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇവിടെ നമുക്ക് പ്രിൻസസ് കട്ട് പോലെ ഒരു പാറ്റേണിലാണ് നമ്മൾക്ക് ഇവിടെ ഒരു ലേസ് വർക്ക് പോകുന്നുണ്ട്. ദെൻ ഇവിടെ നമ്മൾക്കിവിടെ ഒരു കട്ട് വർക്ക് സ്റ്റൈലിൽ ഒരു കട്ട് വർക്കും ഉണ്ട്. അതിന് ഒപ്പം തന്നെ ഇവിടെ ഒരു മെഷീൻ എംബ്രോയ്ഡറി, ഒരു ഫ്ലോറൽ പാറ്റേൺ ഇങ്ങനെ സൈഡിലും പോകുമ്പോൾ വളരെ എലഗൻറ്റ് ഫീലുള്ള ഒരു ചുരിദാർ സെറ്റാണിത്. ഇതിൻ്റെ സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആണ്. സ്ലീവ് എൻഡിൽ നമുക്ക് ഇതാ ഇങ്ങനെ ലേസ് വർക്ക്, ക്രോഷേ ലേസ് വർക്കുകൾ പോകുന്നുണ്ട്. സ്ലീവിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു കട്ട് വർക്കും മെഷീൻ എംബ്രോയ്ഡറി പോകുന്നുണ്ട്. ഇത് നമുക്ക് വരുന്നതെല്ലാം ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു എലഗൻ സ്റ്റൈലായിട്ടുള്ളൊരു നല്ലൊരു ചുരിദാർ ടോപ്പാണ്. ഇതിൻ്റെ ഫ്ലോറൽ പാറ്റേൺസ് മൾട്ടി കളേർഡാണ്. ആ ഒരു നെക്കിൽ വന്നിരിക്കുന്ന അതേ കളേഴ്സ് വെച്ചിട്ടാണ് ആ ഒരു പാറ്റേൺ ചെയ്ത് പോയിരിക്കുന്നത്. നല്ല രസമുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ബാക്ക് വരുമ്പോൾ നമുക്ക് ഇത് ഇവിടെ വർക്കൊന്നുമില്ല, നല്ല രസമായിട്ടുള്ളൊരു ടോപ്പാണ് വരുന്നത്. ഇതാ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ടോപ്പ് സ്റ്റൈൽ വരുന്നത്. ഇതിൻ്റെ ഷോളും ബ്യൂട്ടിഫുള്ളാണ്. ഇത് നമുക്ക് വരുന്നത് കുറച്ച് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. ഇതിന് ഇന്നറുണ്ട്, ലൈനിങ് ഉണ്ട്. ലൈനിങ്ങും കുറച്ച് സോഫ്റ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇങ്ങനെ. ഇതിൻ്റെ ഷോൾ വരുന്നത് സെയിം ആ ഒരു ഫ്ലോറൽ പാറ്റേൺ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് പോയിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഈ ടാസിൽസ് എൻഡിൽ ടാസിൽസ് വരുന്നുണ്ട്. അവിടെ ഒരു 2 ബോൾസ്, സ്മോൾ ബോൾസ് ഗോൾഡൻ കളേർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ വരിക. ഷോള് എഗെയിൻ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ. ഇവിടെയും ഹാൻഡ് എംബ്രോയ്ഡറി വന്നിട്ട് ചെറിയ സീക്വൻസ് വർക്കും ഒരു ഫ്രഞ്ച് നോട്ടും. ലേസി ഡേസി ഹാൻഡ് എംബ്രോയ്ഡറിയാണ് പോയിരിക്കുന്നത്. വളരെ എലഗൻറ്റ് എന്ന് പറയാവുന്ന ഒരു സ്റ്റൈലിഷ് ചുരിദാർ സെറ്റാണ്. ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ നമുക്കൊരു സിഗരറ്റ് പാൻറ്റ് വന്നിട്ട് ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേജ് ക്രീം കളേർഡ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബോട്ടം വരുന്നത്. അപ്പോൾ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ചുരിദാർ സെറ്റാണ്. ഇതിൻ്റെ ആ സൈഡിലെ ലേസ് വർക്ക് എല്ലാം കൂടി വരുമ്പോൾ ഒരു എലഗൻറ്റ് ചുരിദാർ സെറ്റാണ്. നെക്സ്റ്റ് നോക്കിക്കോളൂ. എഗെയിൻ ആ ഒരു ക്രീമിഷ് ബേജ് കളർ വരുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സെറ്റാണ്. ഇതിൻ്റെ നെക്ക് വരുമ്പോൾ റൗണ്ട് നെക്ക് വരുന്നു. ഇവിടെ നമ്മൾക്ക് നല്ലൊരു ലേസ് വർക്ക് പോകുന്നുണ്ട്. ഇതാ ഇങ്ങനെ. ഇവിടെ ഹക്കോബയുടെ ഒരു പീസാണ് സെൻട്രൽ അറ്റാച്ച് ചെയ്ത് പോയിരിക്കുന്നത്. അതിനിവിടെ നമ്മൾക്ക് ഇങ്ങനൊരു ലേസ് വർക്ക്, കട്ട് വർക്കിൻ്റെ ഒരു ലേസ് വർക്ക് പോകുന്നുണ്ട്. നമുക്ക് അടിയിൽ ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ. ലൈനിങ് ഒരു ട്രാൻസ്പെറൻറ്റ് ലൈനിങ് ആണ് വെച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ ഒരു ലൈനിങ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു കട്ട് വർക്ക് ഇഫക്റ്റ് കിട്ടും. ആ ലൈനിങ് അത്ര കട്ടിയുള്ളതല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കട്ട് വർക്ക് ഇഫക്റ്റ് കിട്ടും. ഹക്കോബി ആണെങ്കിലും ആ കട്ട് വർക്ക് ഇഫക്റ്റ് ഉള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പീസ് വേറെ വെച്ചിട്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കളേർഡ് പോയിട്ട് ഇവിടെ നമുക്ക് സീക്വൻസ് വർക്കുകൾ ചെറുതായിട്ട് പോകുന്നുണ്ട്. അത്ര തെളിച്ചുള്ള സീക്വൻസ് അല്ല, ബട്ട് ബ്യൂട്ടിഫുൾ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ പോയിട്ട് ഇവിടെ നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റ്സ് പോകുന്നുണ്ട്. ബ്ലാക്ക് ഒരു ഫ്ലോറൽ ലീവ്സ് പാറ്റേൺ. അതിലും ഇടയ്ക്ക് നമ്മൾക്കൊരു സീക്വൻസ് വർക്കുകൾ പോകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും രസം വരുന്നത് നമുക്കത് താഴെപ്പാട്ടിലേക്ക് നോക്കൂ. ഇവിടെ വന്നിരിക്കുന്ന ആ ലേസ് തന്നെ ഇവിടെ കുറച്ചും കൂടി വിടത്തിലായിട്ട് ഇവിടെ ആ ലേസ് വർക്ക് ചെയ്തപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണിത്. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ബോട്ടം ലോവർ പാർട്ട് വരുന്നത്. അവിടെ നിറയെ ബ്ലോക്ക് പ്രിൻ്റായിട്ട് കുറച്ച് സീക്വൻസ് വർക്കായിട്ട് വരുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ സ്ലീവ് വരുമ്പോൾ വർക്കില്ലാതെ എൻഡിൽ മാത്രം ഈ ഒരു ഇതിന് മാച്ചായിട്ടുള്ളൊരു ഹക്കോബ പീസാണ് ചെയ്തിരിക്കുന്നത്. ബോത്ത് സ്ലീവ്സ് ഇങ്ങനെ ഇരിക്കും. ബാക്കിൽ പ്ലെയിൻ ആണ് കേട്ടോ.
അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് പറഞ്ഞത്. ലൈനിങ്ങോട് കൂടി വരുമ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരിക. നല്ല രസമുള്ളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടോപ്പാണ് വരുന്നത്. ഇതിൻ്റെ നെറ്റ് വരുമ്പോൾ ഇതിൻ്റെ ഷോൾ വരുമ്പോൾ നെറ്റ് കോട്ടയാണ്. ഇതിന് മാച്ചായിട്ട് ഈ ഒരു കോമ്പിനേഷൻ കീപ്പ് ചെയ്തിട്ട് എൻഡ് പാർട്ടിൽ ഇത് വരുന്നു. ഇതിനെ നമ്മൾക്ക് ഇങ്ങനെ നന്നായിട്ട് പെയർ ചെയ്യാം. ഇതിൻ്റെ ഷോൾ എൻഡിൽ ഇതേ ആ ഒരു കോമ്പിനേഷൻ കീപ്പ് ചെയ്തപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോളാണ്. നെറ്റ് കോട്ടയാണ്, വളരെ സോഫ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു പെയറിങ് വരിക. നമുക്ക് ഇതിങ്ങനെ ഇരിക്കും. നല്ല രസമുള്ളൊരു ടോപ്പ് ആൻഡ് ഷോളാണ്. ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ വരിക. ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിഗരറ്റ് പാൻറ്റ് വരുന്നു. ഒരു ക്രീം കളേർഡ് ബോട്ടം വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. നെക്സ്റ്റ് വൺ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലൈറ്റ് ലൈലാക്ക് കളറ് ടോപ്പാണ് വരുന്നത്. ഇതിൻ്റെ മാൻഡറിൻ കോളർ വന്നിട്ട് നമുക്ക് ഇവിടെ 4 ബട്ടൺസ് പോകുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് അറ്റാച്ച്ഡ് ബട്ടണാണ്. നമുക്കിതിൻ്റെ സ്ലീവ്സ് നോർമൽ സ്ലീവ്സാണ് വരുന്നത്, 3/4. നല്ലൊരു കോട്ടൺ ആണ് കേട്ടോ, കംഫർട്ടബിൾ കോട്ടൺ ആണ്. ഇതിനകത്തെ ഏറ്റവും അട്രാക്റ്റീവ് പോയിന്റ് ഇവിടെയാണ്. ഇവിടെ നമുക്ക് സ്റ്റോക്സ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കൊക്കുകൾ ത്രെഡ്സ് വെച്ചിട്ട് പാറ്റേൺ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീഡ് വർക്കാണ് പോകുന്നത്. നല്ല രസമുള്ളൊരു പാറ്റേൺ ആണത്. ആ ഒരു ലൈലാക്കിൽ അല്പം കയറിയൊരു ലൈലാക്ക് കളറിലാണ് ആ ത്രെഡ് വീവ്സ് പോയിരിക്കുന്നത്. എന്ത് രസമാണെന്ന് നോക്കിക്കോളൂ. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്ന നല്ലൊരു സെറ്റാണിത്. ഇതിൻ്റെ ഷോൾ വരുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ ഷോൾ വിത്ത് ടാസിൽസ് നമുക്ക് വരുന്നുണ്ട്. ഇതിലും നമുക്ക് ചെറുതായിട്ടൊരു ത്രെഡ് വീവിങ്സ് പോകുന്നുണ്ട്. ഇങ്ങനെ ത്രെഡ് വീവിങ്സ് ഇടയ്ക്ക് നമുക്കൊരു ചെറിയതായിട്ട് പാറ്റേണിൽ പോകുന്നുണ്ട്. ടാസിൽസ് എണ്ണം കുറവാണ്. ഇവിടെ ഒരെണ്ണവും എൻഡിൽ ഒരെണ്ണമായിട്ട് ഇങ്ങനൊരു ടാസിൽ വിത്ത് സ്മോൾ സിൽവർ ബീഡ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പെയറിങ് വരിക. നല്ല രസമുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ചുരിദാർ സെറ്റാണ് ഇത്. ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ സെയിം കളേർഡ്. ഇത് സിഗരറ്റ് പാൻറ്റാണ്. ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ പാറ്റേൺഡ് ആയിട്ടൊരു ചുരിദാർ ടോപ്പാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വൺ നല്ല മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇതിൻ്റെ ചെസ്റ്റ് പാർട്ടിൽ നമുക്കത് ഇങ്ങനൊരു വർക്കാണ് വരുന്നത്. റൗണ്ട് നെക്ക് വന്നിട്ടൊരു വി കട്ടാണ് പോകുന്നത്. ഇവിടെ അജ്രാക്ക് പ്രിൻ്റഡ് ആയിട്ടൊരു സെറ്റ് വെച്ചിരിക്കുകയാണ്, ഒരു പീസ് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതിൽ നമുക്കിവിടെ കാന്താ വർക്ക് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സീക്വൻസ് വർക്കുകൾ കുറച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സ്റ്റൈല്. ഇതിൻ്റെ രസമായിട്ടുള്ളൊരു പാട്ടെന്ന് പറയുന്നത് നമുക്ക് ഈ 2 ലൈൻസ് ആയിട്ട് നമുക്ക് ട്രയാങ്കിൾ മിറർ ചെയ്ത് പോയിട്ടുണ്ട്. അത് ഓൾട്ടർനേറ്റീവായിട്ട് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് സ്റ്റൈലിൽ ചെയ്ത് പോയിട്ടിപ്പോൾ ഒരു നല്ലൊരു സ്റ്റൈലിഷ് ലുക്കുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും 2 പാച്ച് വർക്ക് പോകുമ്പോൾ നല്ല രസമുള്ളതായിട്ടുള്ളൊരു ടോപ്പാണിത്. ഇതിൻ്റെ ഇതിൻ്റെ സ്ലീവ് എൻസിൽ ഇതിങ്ങനെ കാന്താ വർക്ക് വന്നിട്ട് ചെറുതായിട്ട് സീക്വൻസ് വർക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല രസമുള്ളൊരു സൈഡ് സ്ലിറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പാണിത്. മുൻപ് കാണിച്ച എല്ലാ സെറ്റ്സും സൈഡ് സ്ലിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുള്ള ഒരെണ്ണമാണ്. ഇതിൻ്റെ ഷോൾ വരുമ്പോഴേക്കും സോഫ്റ്റ് കോട്ടൺ. ഇത് മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ. ഇത് സോഫ്റ്റ് കോട്ടണിലുള്ള ഷോളാണ് വരുന്നത്. ഷോൾ എൻഡിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു അജ്രാക്ക് പ്രിൻ്റ് പീസ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ വേറൊരു പീസും ഇതിനോട് സ്റ്റൈലിഷായിട്ട് ഈ ബോർഡർ ഇങ്ങനെയും ഇതിൻ്റെ മറ്റേ സൈഡ് ബോർഡർ ഈ ഒരു പാറ്റേണായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രസമായിട്ടത് ചെയ്യാം. ഇങ്ങനെ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും പെയർ ചെയ്യാം. ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ മെറൂൺ സിഗരറ്റ് പാൻറ്റ് ഇങ്ങനെ കോട്ടൺ, സോഫ്റ്റായിട്ട്
കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാവുന്ന നല്ലൊരു സെറ്റാണ്. നെക്സ്റ്റ് വൺ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് വരുന്നത്. ഇതിൻ്റെ നെക്ക് വരുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു വി പാറ്റേൺ വരുന്നു. സീക്വൻസ് വർക്ക് ഉണ്ട്, ഇവിടെ അടുപ്പിച്ച് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പ്രിൻ്റാണ് വരുന്നത്. ആ പ്രിൻറ്റിൽ നമ്മൾക്ക് ഇതുപോലൊരു ലൈറ്റായിട്ട് ത്രെഡ് വർക്ക് പോകുന്നുണ്ട്. സിൽവർ കളേർഡ് ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സീക്വൻസ് വർക്കുകളും പോകുമ്പോൾ നല്ല രസമുള്ളൊരു സെറ്റാണിത്. ഇതിൻ്റെ സ്ലീവ് എൻഡിലും ഈ ഒരു പാറ്റേൺ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്തിട്ടില്ല, നമുക്ക് ആ ഒരു പ്രിൻസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബോഡി പാർട്ടിൽ നമുക്കിങ്ങനെ ഫ്ലോറൽ പാറ്റേൺസ് വരുന്നുണ്ട്. നമ്മുടെ ഈ സ്ലിറ്റ് പാർട്ടുകളിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ നല്ലൊരു ഡിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അത് ലോവർ പാർട്ടിലും ഇങ്ങനെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഓഫീസ് വെയറിനും ഡെയിലി വെയറിനും യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഫുൾ ആ ഒരു ബ്ലോക്ക് പ്രിൻസ് പോകുമ്പോൾ നല്ല രസമുണ്ട്. ഇതിൻ്റെ ലോവർ പാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഗ്രീനിഷ് ആ സൈഡിൽ കാണിച്ച അത് തന്നെ കുറച്ചും കൂടി വിടത്തിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കോട്ടൺ സൈഡ് സ്ലിറ്റഡ് ചുരിദാർ ടോപ്പാണ് ഇത് വരുന്നത്. അതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു കളറിന് കോമ്പിനേഷനായിട്ട് വെരി സോഫ്റ്റ് കോട്ടൺ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്ന നല്ലൊരു, ഇതിൻ്റെ മിഡിൽ പാർട്ടിൽ നോക്കിക്കോളൂ, നല്ലൊരു കളർ കോമ്പിനേഷനാണ് പോയിരിക്കുന്നത്. ഇങ്ങനെ ഇത് പെയർ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഇരിക്കും. ഇതൊരു സോഫ്റ്റ് കോട്ടണിൽ ഇങ്ങനെ ഒരു ഗ്രീൻ പാറ്റേൺ പോയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഇത് വരുന്നു. ഇതിൻ്റെ എൻഡിൽ ഇതിന് കളർ കോമ്പിനേഷൻ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരിക. ഓഫീസ് വെയറിനും ഡെയിലി വെയറിനൊക്കെ പറ്റിയ നല്ലൊരു സെറ്റാണ്. ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇങ്ങനെയാണ്. ഇതിൻ്റെ ആ ലോവർ പാർട്ടിൽ ആ സെയിം സൈഡിൽ സ്ലിറ്റിൻ്റെ സൈഡിൽ കണ്ട ആ ഒരു പാറ്റേൺ നമ്മളുടെ ബോട്ടത്തിൻ്റെ ലോവർ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ക്രീം കളേർഡ് ഒരു നല്ലൊരു സെറ്റാണിത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സെറ്റ്സ് എല്ലാം സിൽക്കിനെസ് ഷോപ്പിൽ അവൈലബിൾ ആണ്. ഷോപ്പ് വരുന്നത് ആലുവ പ്രൈവറ്റ് സ്റ്റാൻഡിന് അടുത്താണ്. ആക്സസിബിൾ ആയിട്ടുള്ള സ്പോട്ടിലാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. ആമ്പിൾ കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക. ഇനി ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 7907863708. ഓക്കെ, താങ്ക് യു.